ഹായ് ഫ്രണ്ട്സ്, മോംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കൊണ്ട് ഒരു ദോശ നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ, വാ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ജാറെടുക്കാം. മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 1 കപ്പ് സേമിയ ഞാനിതുപോലെ എടുത്തിട്ടുണ്ട്. ഈ കപ്പിന് 1 കപ്പ് സേമിയ. അപ്പോൾ ഏത് പാത്രത്തിലാണോ സേമിയ അളന്നെടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ നമുക്ക് റവയും വേണം. അത് വറക്കാത്ത റവ എടുക്കാം. 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അധികം പുളിപ്പില്ലാത്ത തൈര് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതേ കപ്പിൽ തന്നെ ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക്. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് അടിച്ച് വന്നതിന് ശേഷം ബാക്കി ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പിൽ കൂടുതൽ തന്നെ വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നല്ലപോലെ നമ്മുടെ മാവ് അടിച്ചെടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിൽ നമുക്കത് അടിച്ചെടുത്താൽ മതിയാവും. ഇനി ഇത് നമുക്ക് ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റായിട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ, എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. വെള്ളം വേണമെങ്കിൽ ഇച്ചിരി കൂടെ ലൂസാക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് മാവൊന്ന് ലൂസാക്കി കലക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ലൈക്ക് ചെയ്യുന്നവരോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് എന്നെ അറിയിക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. അപ്പോൾ തുടർന്ന് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ദോശ നല്ല നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ഏത് രീതി വേണമെങ്കിലും ചുട്ടെടുക്കാം. ഞാനിവിടെ 3 രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് മറിച്ചിടാതെ ഓയിലൊഴിച്ച് നല്ലപോലെ മുരിയിച്ചെടുക്കാം. അതല്ല അങ്ങനെ വേണ്ടെന്നെങ്കിൽ മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചൊരു ഓയിലോ നെയ്യോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് എല്ലാ സ്ഥലത്തും ആവുന്ന പോലെ ഒന്ന് തൂത്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക. ഇനി നമുക്കിത് നല്ല മുരിഞ്ഞതിന് ശേഷം എടുത്താൽ മതിയാവും. ഒരു വശം മാത്രം നമ്മൾ മറിച്ചിട്ടിട്ടില്ല. അപ്പോൾ ഇനി ഒരെണ്ണം നമുക്ക് അതുപോലെ തന്നെ നൈസായിട്ട് ഒടിച്ചിട്ട് ഓയിൽ തടവി മറിച്ചിട്ടെടുക്കാം. തിരിച്ച് മറിച്ചിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ചിലർക്ക് ദോശ നല്ല നൈസായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും, ചിലർക്ക് അങ്ങനെ ആയിരിക്കത്തില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. അപ്പോൾ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മാവിൽ നിന്ന് തന്നെ ദോശ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ ദോശ ഞാനൊന്ന് മറിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വേറെ വലിയ കറികളൊന്നും വേണ്ട. ഒരു തേങ്ങാ ചട്നിയോ തക്കാളി ചട്നിയോ എന്തായാലും ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. വേറെ വലിയ കറിയൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ മറന്നു പോകാറില്ല. അരി കുതിരാനിടാനോ അല്ലെങ്കിൽ വെള്ളത്തിടാനോ അല്ലെങ്കിൽ അരി പൊടിപ്പിച്ചത് മേടിച്ച് വെക്കാനൊക്കെ മറന്നു പോകും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഇതുണ്ടാക്കിയെടുക്കാം, സേമിയ വീട്ടിലുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഇതിൽ ഞാൻ മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വലുതായിട്ടൊന്നും പരത്തി കൊടുക്കാതെ നമുക്കൊരു ദോശ ഉണ്ടാക്കിയെടുക്കാം. നോക്കിയേ, കണ്ടോ, നല്ലതുപോലെ ബൗൾസ് പൊട്ടി വരുന്നുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇഷ്ടം ആ രീതിയിൽ ഈ മാവ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ 3 രീതിയിൽ നിങ്ങളെ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല പഞ്ഞു പോലെ ഇരിക്കും. മറ്റേത് ഒന്നുകൂടെ നമുക്ക് ഒന്ന് മൊരിഞ്ഞെടുക്കും. എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ സിമ്പിളാണ്. മാത്രമല്ല വളരെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. രാവിലെ തന്നെ എല്ലാം മാവ് അടിച്ചെടുത്താൽ മതി. ഒത്തിരി സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അടിച്ചെടുത്ത ഉടനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ദോശ എല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ തക്കാളി ചട്നിയും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റായിട്ടോ, ഒരു മാറ്റമില്ല. ഞാനാ പറയുന്നത്, ധൈര്യമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.